ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുമലൈ കോവിലാണ്. തിരുമല കോവിൽ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് അതിർത്തിയിലാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ മുരുകനാണ്. ഈ കോവിൽ സ്ഥിതി ചെയ്യുന്നത് മലയുടെ മുകളിലാണ്. ഇവിടേക്ക് പോകാൻ 2 വഴികളുണ്ട്. നടന്നും പോകാം, വണ്ടിയിലും പോകാം. തിരുമലൈ കോവിലിൻ്റെ ചരിത്രം ഇങ്ങനെയാണ്. മലയുടെ മുകളിൽ ഒരു വലിയ പാറയിൽ മുരുകൻ്റെ വേൽ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിൽ അഭിഷേകങ്ങളും പൂജകളും കഴിഞ്ഞ് പൂജാരി ഒരു പുളിമരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ മുരുകൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഞാൻ ഒരു വിഗ്രഹ രൂപത്തിൽ കൊത്തിത്രോട് എന്ന സ്ഥലത്തുണ്ട്. അവിടെ പോയി ഉറുമ്പുകൾ വീഴുന്ന സ്ഥലം കുഴിച്ചു നോക്കിയാൽ ഞാൻ അവിടെ വിഗ്രഹ രൂപത്തിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പന്തള രാജാവിനെ അറിയിക്കുകയും പന്തള രാജാവ് അടയാളെയും കൂട്ടി അവിടെ പോയി കുഴിച്ചു നോക്കിയപ്പോൾ വിഗ്രഹം കണ്ടെടുക്കുകയും ചെയ്തു. ആ വിഗ്രഹം ഇവിടെ കൊണ്ടുവരികയും ഇപ്പോൾ കാണുന്ന രീതിയിൽ ക്ഷേത്രം പണികഴിപ്പിക്കുകയും രാജാവ് ചെയ്തു. ഇവിടുത്തെ മുരുകന് മൂക്കിലൊരു മുറിവുണ്ട്. ഇവിടെ ആചാരമായി മൂക്ക് കുത്താറുമുണ്ട്. ഇവിടെ തീർത്ഥകുളത്തിൽ വിരിഞ്ഞിരുന്ന പൂക്കളെടുത്ത് മുരുകനെ 7 സ്വപ്ന കന്യകമാർ ആരാധിച്ചിരുന്നു. ആ 7 കന്യകമാരുടെയും പ്രതിഷ്ഠകൾ ഇവിടെ കാണാം. മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന തിരുമലൈ കോവിൽ എല്ലാവരും ഒന്ന് പോയി കാണണം. അതിമനോഹരമായ ഒരു കോവിലാണ്. പിന്നെ പുഷ്പ എന്ന സിനിമയിലെ പല സീനുകൾ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിൻ്റെ അതിർത്തിയിലുള്ള ഈ കോവിൽ അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. എല്ലാവരും പോയി കാണാൻ ശ്രമിക്കണം.